ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഗോതമ്പ് ഉപ്പുമാവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റ്, ബീൻസ്, ഉള്ളി, പച്ചമുളക്, മല്ലിത്തല ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞ് വെച്ച പച്ചക്കറി എല്ലാം അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. എല്ലാവർക്കും ഗോതമ്പ് ഉപ്പുമാവൊക്കെ അറിയുന്നതാണ്. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതൊന്നായി വരുമ്പോൾ ഞാനിതാ ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി നെയ്യ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നെയ്യ് എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേ ബട്ടർ ഇട്ടാൽ അതിനെക്കാട്ടും ടേസ്റ്റാണ്. അപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റി അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാവും. അപ്പോൾ ഒരുവിധം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിതാ ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/2 കിലോൻ്റെ പകുതിയാണ് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഗ്ലാസ് എടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിരിക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയപ്പോഴത്തേനും വെള്ളമെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ എടുത്ത് വെച്ച ഗോതമ്പ് നുറുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഉപ്പുമാവിൻ്റെ ഗോതമ്പ് നുറുക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഞങ്ങൾ അധികം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടച്ച് വെച്ചു. ഇനി നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൽ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ല, അതിന് പകരം മല്ലിയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത്തിരി കൂടുതൽ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് കറിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. കറി ഇല്ലാണ്ട് തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് പച്ചക്കറി, ഇപ്പോൾ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം കറക്റ്റ് ഒഴിച്ചതുകൊണ്ട് കറക്റ്റ് രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്, വേവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു രീതിയിലുള്ള ഉപ്പുമാവ് നമുക്ക് കറിയൊന്നും കൂട്ടാണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ചൂടോടെ ആവുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഗോതമ്പ് നുറുക്ക് ഉപ്പുമാവിൻ്റെത് വാങ്ങി അങ്ങനെ വെക്കുന്നതാണ് കേട്ടോ. 1/2 കിലോ 1 കിലോ പാക്കറ്റുകളിൽ നമുക്ക് കിട്ടും. പെട്ടെന്ന് തന്നെ വേവുകയും ചെയ്യും. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും. ഗോതമ്പാവുമ്പോൾ നമുക്ക് ഹെൽത്തിന് നല്ലതാണല്ലോ, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ വാങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കഴിക്കുകയാണ്. അപ്പോഴിതാ കറിയൊന്നും ഇല്ലാണ്ട് ആണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. റവ ഉപ്പുമാവാണെങ്കിലും ഞാൻ കറിയൊന്നും ചേർത്ത് കഴിക്കാറില്ല. പഴമാണെങ്കിലും എനിക്ക് അങ്ങനെ പഴമൊക്കെ കുഴച്ച് കഴിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇങ്ങനെ ചൂടോടെ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.